أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم إنا أنزلناه في ليلة القدر അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സൂറത്തുൽ ഖദർ ആയത് നമ്പർ 2. അർത്ഥം: സത്യമായും നാം ഇതിനെ ഖുർആനെ നിർണയരാവിൽ അവതരിപ്പിച്ചിരിക്കുന്നു. ഈ ആയത്തിൻ്റെ വിശദീകരണം തഫ്സീർ കബീർ അൽ മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് കേൾപ്പിച്ചു വരുന്നു. കഴിഞ്ഞ ദർസിൽ അക്രബുൽ മവാരിദിൽ ഖദർ എന്ന പദത്തിന് നൽകിയ 6 അർത്ഥങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ വിശദീകരണങ്ങളും കേൾപ്പിച്ച് തുടങ്ങിയതായിരുന്നു. അതിൽ 6 വാക്കർത്ഥങ്ങളും ആ 6 വാക്കർത്ഥങ്ങളിൽ നിന്ന് 3 വാക്കർത്ഥവും ആ വാക്കർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ആ ആയത്തിന് നൽകപ്പെടുന്ന അർത്ഥവും വിശദീകരണവും കേൾപ്പിക്കുകയുണ്ടായി. ഇന്നത്തെ ദർസിൽ 4ാമത്തെ അർത്ഥത്തിൽ നിന്ന് ആരംഭിക്കുകയാണ്. ഹസ്രത്ത് മുസ്ലിം മൗദ് റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു: 4ാമത്തെ അർത്ഥം വിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ട രാത്രി ആവശ്യങ്ങൾ പൂർത്തിയാക്കിയ രാത്രിയാകുന്നു, അല്ലെങ്കിൽ സൗകര്യങ്ങൾ പൂർത്തിയാക്കിയ രാത്രിയാകുന്നു എന്നാകുന്നു. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാകുന്നു: വിശുദ്ധ ഖുർആൻ ഇറക്കിയ രാത്രിയിൽ, അല്ലെങ്കിൽ ആ ഇരുണ്ട കാലഘട്ടത്തിൽ വിശുദ്ധ ഖുർആൻ എല്ലാ ആവശ്യങ്ങളെയും പൂർത്തിയാക്കി എന്നാകുന്നു. വിശുദ്ധ ഖുർആനിൽ അള്ളാഹു പറയുന്നു: അവലം യക്ഫിഹിം അന്നാ അൻസൽനാ അലൈക്കൽ കിതാബ യുത്ല അലൈഹിം. സൂറത്തുൽ അൻകബൂത്ത് ആയത് നമ്പർ 52. അവർക്ക് ഏതൊന്ന് നാം പരിപൂർണമായി ഇറക്കിക്കൊടുത്തുവോ ഈ പരിപൂർണ ഗ്രന്ഥത്തിൽ അവർ തൃപ്തരല്ലേ? ഏതൊന്ന് അവർ കേട്ടുകൊണ്ടിരിക്കുന്നുവോ? അതുപോലെ വിശുദ്ധ ഖുർആൻ്റെ മറ്റൊരു വാദമാണ് തഫ്സീലൽ കിതാബി, സൂറ യൂനുസ് ആയത് നമ്പർ 38. അതായത് അതിൽ ശരീഅത്തിൻ്റെ എല്ലാ വിശദീകരണവും പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് എന്ന്. അതുപോലെ വിശുദ്ധ ഖുർആനിൽ പറയുന്നു: തഫ്സീല കുല്ലി ഷൈഇൻ വഹുദൻ വറഹ്മത്തൻ ലിഖൗമി യുഅ്മിനൂൻ. സൂറ യൂനുസ് ആയത് നമ്പർ 112. അതായത് വിശുദ്ധ ഖുർആനിൽ എല്ലാ ആവശ്യമായിട്ടുള്ള ദീനി വിഷയങ്ങളും വിശദമായി പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാ തരത്തിലുള്ള വിശ്വാസികൾക്കും ഇതിൽ മാർഗദർശനവും കാരുണ്യവുമുണ്ട് എന്ന്. ഈ ആയത്തിൻ്റെ, അതായത് ഇപ്പോൾ വിശദീകരണം നൽകിക്കൊണ്ടിരിക്കുന്ന ആയത്തിൻ്റെ താഴെയുള്ള ആയത്തിൽ വിശദീകരണമായിക്കൊണ്ട് ഈ വിഷയത്തിലേക്ക് വെളിച്ചം വീശുന്നുണ്ട്. പറയുന്നു: തനസ്സലുൽ മലായികത്തു വറൂഹു ഫീഹാ ബിഇസ്നി റബ്ബിഹിം മിൻ കുല്ലി അംരിൻ. അള്ളാഹുവിൻ്റെ അനുമതിയോടെ മലക്കുകൾ ലൈലത്തുൽ ഖദർ രാത്രികളിൽ എല്ലാ തരത്തിലുമുള്ള കാര്യങ്ങൾ ഏറ്റുകൊണ്ട് ഇറങ്ങുന്നു എന്ന്. അതുകൊണ്ട് വിശുദ്ധ ഖുർആൻ മറ്റു എല്ലാ മതഗ്രന്ഥങ്ങളിൽ നിന്നും മനുഷ്യനെ സംതൃപ്തനാക്കുന്നു. അതുപോലെ ആവശ്യമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഈ വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ സമയം എന്നുവെച്ചാൽ അത് ആവശ്യങ്ങൾ പൂർത്തീകരിച്ച സമയമായിരുന്നു.
ഇനി അഞ്ചാമത്തെ അർത്ഥത്തിലേക്ക് പോകാം. അഞ്ചാമത്തെ അർത്ഥം ശക്തി എന്നാകുന്നു. ഈ വാക്കാർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ ആയത്തിൻ്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ ശക്തിയുള്ള രാത്രിയിലാണ് ഇറക്കിയത് എന്നാകുന്നു. അതായത് വിശുദ്ധ ഖുർആൻ ഇറങ്ങിയ രാത്രിയിൽ അല്ലാഹുവിൻ്റെ ശക്തിയും കഴിവുമെല്ലാം പ്രകടമാകുന്നതുമായി ബന്ധപ്പെട്ട രാത്രിയാകുന്നു. ഈ അർത്ഥം വിശുദ്ധ ഖുർആനിനോട് യോജിക്കുന്നതാകുന്നു. ഈ അർത്ഥം മഫ്രദാത്ത് ഇമാം റായിബിൻ്റെ അർത്ഥം നേരത്തെ മുകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്, അതിൽ പരാമർശിച്ചു കഴിഞ്ഞു. ആറാമത്തെ അർത്ഥം വിശുദ്ധ ഖുർആൻ സൗകര്യമുള്ള രാത്രിയിൽ ഇറക്കിയെന്നാകുന്നു. ഈ അർത്ഥം വിശുദ്ധ ഖുർആനിനും അതിൻ്റെ കാലഘട്ടത്തെയും പൂർണ്ണമായി യോജിക്കുന്നു. മുൻ ഗ്രന്ഥങ്ങളെ നോക്കിയാൽ അതിൽ മതത്തെ സങ്കീർണമാക്കി വച്ചിട്ടുണ്ട്. എന്താണ് വിശ്വാസമെന്നും എന്താണ് പ്രവർത്തിക്കേണ്ടതെന്നും അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ട കാര്യങ്ങളെ പിൻപറ്റാൻ അസാധ്യമായതുമായിട്ടുള്ള കാര്യങ്ങളാണ് അതിലുള്ളത്. മുൻപോട്ട് ഹുസൂർ പറയുന്നു, എന്നാൽ വിശുദ്ധ ഖുർആൻ നൽകിയിട്ടുള്ള അധ്യാപനങ്ങളെന്നാൽ അത് സ്വീകരിക്കാൻ മനുഷ്യന് വളരെ എളുപ്പമാണ്, അതുപോലെ അതിൽ പ്രവർത്തിക്കാനും മനുഷ്യന് വളരെ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഖുർആനിൽ സ്വയം ഇങ്ങനെ ഒരു വാദമുള്ളത്. വലക്കത് യസ്സർനൽ ഖുർആന ലിസ്സിക്രി ഫഹൽ മിൻ മുദ്ദക്കിരിൻ. സൂറത്തുൽ ഖമർ ആയത് നമ്പർ 18. നാം ഖുർആനിനെ ബുദ്ധിപരമായും കർമ്മപരമായും വളരെ എളുപ്പമാക്കി തന്നിരിക്കുന്നു. അതുകൊണ്ട് ആരെങ്കിലും ആ ഉപദേശം സ്വീകരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നവരായിട്ടുണ്ടോ? ഇവിടെ സിക്ർ എന്ന വാക്കുകൊണ്ട് 2 അർത്ഥമാണുള്ളത്. ഒന്ന് ഓർമ്മിക്കുന്നതിനും മറ്റൊന്ന് പ്രവർത്തിക്കുന്നതിനും ഈ സിക്ർ എന്ന വാക്കുകൊണ്ട് അർത്ഥമാകുന്നു. ഈ അർത്ഥത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിശുദ്ധ ഖുർആനിൻ്റെ അധ്യാപനങ്ങൾ മനുഷ്യനെ ബുദ്ധിയിൽ ചലിപ്പിക്കുവാൻ എളുപ്പമാണ്. അതുപോലെ വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിൽ പ്രവർത്തിക്കാനും എളുപ്പമാകുന്നു. കാരണം അതിൽ ശക്തിയുള്ള വ്യക്തിയെക്കുറിച്ചും കഴിവുള്ള വ്യക്തിയെയും ദുർബലനെയും അശക്തനെയും എല്ലാം തന്നെ അതിൽ കണക്കാക്കിക്കൊണ്ടുള്ള അധ്യാപനമാണ് ഉള്ളത്. ഇൻഷാ അല്ലാഹ് മുൻപോട്ടുള്ള വിശദീകരണം വരും ദിവസങ്ങളിലുള്ള ദർസുകളിൽ കേൾപ്പിക്കുന്നതായിരിക്കും. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. ജസാക്കുമുല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.